തലശ്ശേരി പള്ളൂരിനടുത്തെ ഒരു വാടക വീട് കേന്ദ്രീകരിച്ച് ഒരു യുവതി നടത്തിക്കൊണ്ടിരുന്ന ലഹരി കച്ചവടത്തിന്റെ നടുക്കുന്ന തെളിവുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയിലൂടെ എക്സൈസ് സംഘം ചില തെളിവുകൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും, അതായത് MDMA അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചില പാക്കറ്റ് മാതൃകയിലുള്ള സംഭവങ്ങളും, അതുകൂടാതെ 5 കിലോ കഞ്ചാവ്, ഈ സംഭവങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെടുത്തു. അപ്പൊ കണ്ടെടുത്ത സമയത്ത് ഈ യുവതി കളിക്കുന്ന ചില നാടകങ്ങളുണ്ട്. ആ നാടകങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കാണണം, കാരണം അത് വളരെ രസകരമായിട്ടുള്ള ഒരു നാടകമാണ്. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. സാറേ ഇതെന്തിനാന്ന് ചോദിച്ചോക്കെ, ഒന്നുമില്ലാണ്ട് ഇത് കൊണ്ടുവരില്ല. ശ്രദ്ധിച്ച ഇവള് പറയുന്ന കാര്യം, ഇവളുടെ പേര് ഹബീബ എന്നുള്ളതാണ്. ഇവള് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയില്ല സാറേ, നിങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വെച്ചതല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്തത് പറയുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പെടുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചതല്ലേ, അത് നിങ്ങൾ ചെയ്യിപ്പിച്ചതല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി രസകരമായിട്ടുള്ള ഒരു സംഭവം വരെയാണ്. ഒരു ദയവും ദാക്ഷിണ്യം കാണിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരുടെയൊക്കെ വീട്ടിലേക്ക് റെയ്ഡ് നടക്കുമ്പോൾ അത് പോലീസുകാർ വെച്ചതാണ്, എക്സൈസുകാർ വെച്ചതാണ് എന്നുള്ളതാണ് അവസാനം ന്യായം പറഞ്ഞത്. സമൂഹത്തിന് മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയാണ്. പല കേസുകളിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരുത്തനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അയാൾ പക്ക MDM ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരുത്തനാ. പോലീസ് പിടിച്ചപ്പോൾ അവന് കുറെ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് എനിക്ക് വെച്ച് തന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് അയാൾ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതിന്റെ വേറൊരു സ്ത്രീ വേർഷനാണ് ഈ പറയപ്പെടുന്ന യുവതി. നാട്ടുകാർ ഇടപെടുന്നില്ലേ എന്നാണ് യുവതി ചോദിക്കുന്നത്. അല്ല, നിന്റെ ഈ കഞ്ചാവ് കച്ചവടത്തിനും MDM സപ്ലൈ ചെയ്യാനുള്ള നിന്റെ ഈ കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാർ ഇടപെടും തോന്നാടേ. ആ പോലീസുകാരൻ തെറി വിളിച്ചതിന് ആ പോലീസുകാരനെതിരെ, എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ തെറി വിളിച്ചതിലൊന്നും തെറ്റില്ല. കാരണം പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് വെച്ചതല്ലേ എന്നുള്ളത്. ഒരു വീട് റെയ്ഡ് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കുക, അതും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അവിടെ ജനക്കൂട്ടമൊക്കെ ഉണ്ട്, അതിനിടയിലാണ് റെയ്ഡ് നടത്തുന്നത്. MDMA
മൂക്കിൽ വെക്കുന്ന സംഭവം ഇത് പൈസ കണ്ട. അതായത് MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ഇങ്ങനെ ചുരുട്ടിയിട്ട് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് വലിക്കാറ്. അപ്പൊ ആ വലിക്കുന്ന സംഭവം വരെ അവിടെ നിന്ന് കണ്ടെടുത്തു. എന്നിട്ട് ആ യുവതി അവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ ഒരു സംഭവം തന്നെ കണ്ടാൽ മതി. ഈ ഒരു സംഭവം തന്നെ കണ്ടാൽ മതി. അവിടെയുള്ളൊരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ കോളർ പിടിച്ചിട്ട് ഇവരിങ്ങനെ വലിക്കുകയാണ്. എന്നിട്ട് പറയാണ് നാട്ടാരെ എന്നെ അടിക്കുന്നത്, നാട്ടാരെ എന്നെ അടിക്കുന്നത്. അപ്പൊ ആരാ അടിക്കുന്നത് എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചില സമയങ്ങളിൽ എല്ലാവരും നല്ലതാണെന്നുള്ളതല്ല ഞാൻ അഭിപ്രായം പറയുന്നത്. ചില സമയങ്ങളിൽ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ യുവതി ആ ഉദ്യോഗസ്ഥന്റെ കോളർ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ടാ പറയുന്നത് നാട്ടാരെതാ നോക്കി എന്നെ അടിക്കുന്നത്, എന്നെ അടിക്കുന്നതെന്ന്. എനിക്കറിയാൻ മേലായിട്ട് നല്ല ഒരു അത്യാവശ്യം കെൽപ്പുള്ള വനിതാ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ എന്താ പറയുന്നത് ഒരു വനിതാ ഉദ്യോഗസ്ഥൻ ഉണ്ട് അവിടെ. പക്ഷെ ഈ പാവപ്പെട്ട പുരുഷന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ തൊടാൻ പോലും പറ്റില്ല. കാരണം ഈ പുരുഷ ഉദ്യോഗസ്ഥന്റെ കോളർ ഇങ്ങനെ പിടിക്കുകയാണ്. കോളർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇവർക്കൊക്കെ ആരാണ് അതിന് അധികാരം കൊടുത്തത്? അപ്പോ അവിടെയുള്ള വനിതാ ഉദ്യോഗസ്ഥെങ്കിലും 2 എണ്ണം കൊടുക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 2 എണ്ണം കൊടുക്കണമായിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്യും. നാട്ടുകാര് മൊത്തം എതിരെ. ഗുഡ്. നാട്ടുകാർക്ക് എനിക്ക് 1000 അഭിനന്ദനങ്ങൾ നൽകാനുണ്ട്. കാരണം നാട്ടുകാരവിടെ കൃത്യമായിട്ട് ഇവളുടെ ഈ നാടകം പൊളിച്ചു. അവസാനം നാട്ടുകാരെന്നെ പറഞ്ഞു പോലീസ് എക്സൈസ് സംഘം വന്നത് ഞങ്ങളുടെ മുന്നിലാണല്ലോ, നിന്റെ വീട്ടിൽ നിന്നല്ല പിടിച്ചത്, ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ എന്നുള്ളത് നാട്ടുകാർ കൂടി പറയുന്നതോട് കൂടിയിട്ട് ആ യുവതിയുടെ നാടകം അങ്ങോട്ട് നിന്നു. കാരണം ഇവളെ പോലെയുള്ള ആളുകൾ അപകടകാരികളാണ്, നമ്മുടെ സമൂഹത്തിന് അപകടമാണ്. ചെറിയ രീതിയിലൊന്നുമല്ല. ഇവര് പല രീതി ഇത്തരത്തിലുള്ള കുറെ ആളുകളുണ്ട്. ഹണി ട്രാപ്പ് ഒക്കെയാണ് ഇവരുടെയൊക്കെ മെയിൻ ഒരു പരിപാടി. ഹണി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ആളുകളെ ഒക്കെ കൂടിയിട്ട് അവരെ ഒന്ന് സ്വാധീനിച്ചിട്ട്, അതല്ല എങ്കിൽ ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിച്ചിട്ട് അവരുടെ ചില ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് അവസാനം അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരം പ്രത്യേക രീതികളാണ്, ഒരു തരം നാറിയ പണിയാണ് ഇവരൊക്കെ എടുക്കാറുള്ളത്. കാരണം ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ വീഡിയോ. കാരണം ഇവരൊരു സംഭവത്തെ തന്നെ മാറ്റിമറിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഈ പൊതുവെ ഈ ലഹരി കച്ചവടക്കാരൊക്കെ ഇങ്ങനെയാണ്. ഈ ലഹരി കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ, അത് അപ്പുറത്തെ വീട്ടിലവൻ വെച്ചതാണ്, ഇപ്പുറത്തെ വീട്ടിലവൻ വെച്ചതാണ്, എന്റെ ശത്രു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് പലപ്പോഴും ഈ ലഹരി കച്ചവടക്കാർ നടത്താറുള്ളത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈസിന് വ്യക്തമായ ഇൻഫോർമേഷൻ കിട്ടും. അവർ ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറിയിട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്യല്ല. വളരെ കൃത്യമായിട്ട് ഈ ഇൻഫോർമേഷൻ തന്ന വ്യക്തിയെ കുറിച്ചല്ല, ഇൻഫോർമേഷൻ ആർക്കെതിരെയാണോ തന്നിട്ടുള്ളത് അയാളെ കുറിച്ചിട്ട് അവർ പഠിക്കും. അയാൾ എങ്ങനെയാണ്, അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ചുരുങ്ങിയ പക്ഷം ഒരു 2 ആഴ്ചയെങ്കിലും സമയമെടുത്തതിന് ശേഷമേ അവരൊരു ഓപ്പറേഷൻ നടത്തുകയുള്ളൂ. അതല്ല എങ്കിൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കണം. അപ്പോൾ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹബീബ എന്നുള്ള തലശ്ശേരിയിലെ പള്ളൂരിനടുത്തുള്ള ആ യുവതിയുടെ വീട്ടിലേക്ക് ഇവരെന്ത് ചെയ്യുന്നത്, ഒരു റെയ്ഡ് തന്നെ നടത്തുന്നത്. ആ റെയ്ഡിന് ശേഷം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പള്ളൂരിനടുത്തെ വാടക വീട്ടിലേക്ക് ആ റെയ്ഡ് നടത്തിയതിനു ശേഷമുള്ള നാടകീയ സംഭവങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ കുറെ ആളുകൾ നിങ്ങളുടെയൊക്കെ നാടുകളിലും ഉണ്ടാകാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ എക്സൈസിനോട് സഹകരിച്ചുകൊണ്ട് ഒരു വലിയൊരു മതിൽ സൃഷ്ടിക്കുക, ലഹരിക്കെതിരെയുള്ള ഒരു വലിയ വൻമതിൽ. അങ്ങനെ നാട്ടിൽ നിന്ന് ലഹരിയെ, MDMA കച്ചവടക്കാരെ, കഞ്ചാവ് കച്ചവടക്കാരെയൊക്കെ ഓടിക്കണമെന്നുണ്ട് എങ്കിൽ ഒറ്റക്ക് നടക്കുന്ന കാര്യമല്ല. ഒരു കൂട്ടമായിട്ട് പോലീസിനോടും എക്സൈസിനോടൊക്കെ സഹകരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹബീബമാരെയൊക്കെ നമുക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ അപകടമാണ്, ചെറിയ അപകടമൊന്നും അല്ല, വലിയ അപകടമാണ്. ഒരു നാട് വേറൊരു എന്താ പറയുന്നത്, ഇത്തരം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് അവര്.
ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വേറൊരു ലോകത്തേക്ക് പോവാണ്. അവര് വേറെ തന്നെ ഒരു ലോകം. അവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയില്ല, വീട്ടിലെ പട്ടിണി അറിയില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം, അവരുടെ സുഖം മാത്രം. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം ഇപ്പോൾ കുറേ ആളുകൾ, ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഈ നഗരപരിസരത്ത് തന്നെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് MDMA നിരന്തരം ഉപയോഗിച്ചുകൊണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു നിമിഷത്തിൽ ആത്മഹത്യ ചെയ്തു. വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല. പക്ഷെ അവൻ്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു, നമ്മളെല്ലാം എന്തിനാണ് ഈ ലോകത്തിന് ജീവിക്കുന്നത്, ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇതൊക്കെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു മേഖലയെ തന്നെ ഇല്ലാതാക്കണം. ഈ ഒരു മേഖല ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ നിയമം തയ്യാറാവണം. ചിലപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ഇവള് പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നെ കയറി പിടിച്ചു, എന്നെ കയറി ആക്രമിച്ചു എന്നുള്ളത്. വീഡിയോ എടുത്തതുകൊണ്ട് നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞു. അതല്ലെങ്കിൽ ആ എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗത്തിന് കേസ് വരുമായിരുന്നു. ഇനി എൻ്റെ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പരാതി കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വേട്ടയ്ക്ക് നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും ഹബീബയുടെ നാടകം 8 നിലയിൽ പൊട്ടി എന്ന് തന്നെ വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.